ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ജോയലിൻ്റെ കടയിലാണ്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ജോയൽ പറയും. അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ പുതിയൊരു ബൈക്ക് എടുക്കാൻ പോവുകയാണെന്ന്. അങ്ങനെ നമ്മൾ ആ സുഹൃത്തുക്കളെ ബൈക്ക് നമ്മൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇത് അതിൻ്റെ താക്കോലാണ് നമ്മുടെ കയ്യിലുള്ളത്, യമഹ MT-15. ഇതേ ഇടുള്ളൂ. നീ ഒന്നും പറയണ്ട, ഇതേ ഇടുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ ബൈക്കിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റിൽ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് നമ്മൾ ഇതിനൊരു ചെറിയൊരു ഡെലിവറി എടുക്കുന്ന ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ പോയിട്ട് ആ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുണ്ടായിരുന്നു ആ ഒരു വീഡിയോ. വളരെ കുഞ്ഞു വീഡിയോ ആണ്. നമ്മളങ്ങനെ അധികം വീഡിയോ ഒന്നും ഡെലിവറി സമയത്ത് എടുത്തില്ല, ബിക്കോസ് ഞാനൊരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അതുകൊണ്ട് അധികം വീഡിയോസൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം ഉള്ള വീഡിയോ വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ വണ്ടി ഡെലിവറി എടുത്തു. നമ്മൾ പിറ്റേ ദിവസം ഒരു സാറ്റർഡേ വൈകിട്ടാണ് നമ്മൾ ഡെലിവറി എടുത്തത്. ഈ വണ്ടി വന്നിട്ട് ഏകദേശം കുറച്ച് ദിവസം ഷോറൂമിൽ ഇരുന്നിട്ടാണ് നമ്പർ പ്ലേറ്റ് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മറ്റേ എം വി ഡി നമ്പർ പ്ലേറ്റ് ഒക്കെ അവിടുന്ന് ഏതോ സ്ഥലത്തു നിന്നൊക്കെ പ്രിൻറ്റ് ചെയ്ത് ഒക്കെ ചെയ്തിട്ടുള്ളൂ. നമുക്ക് പുറത്തുനിന്ന് ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ ഷോറൂമിൽ നിന്ന് തന്നെ നമ്പർ പ്ലേറ്റ് വെച്ച് ഫിറ്റ് ചെയ്തിട്ട് വണ്ടി പുറത്തിറക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വണ്ടി വന്ന് ഒരാഴ്ച നമ്പർ പ്ലേറ്റ് വരാൻ ലേറ്റായി അവിടെ ഇരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ചയാണ് നമ്മൾ ഈ ഒരു വണ്ടി ഡെലിവറി എടുത്തത്, ശനിയാഴ്ച വൈകിട്ട്. അത് കഴിഞ്ഞ് ഞായറാഴ്ച നമ്മൾ നേരെ വണ്ടി പള്ളി കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് ബ്ലസ് ചെയ്യാൻ കൊണ്ടുപോയതാണ്. അപ്പം അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരൂ. അപ്പം ഇനി നേരെ ആ ഒരു വീഡിയോയിലോട്ട്. ഈ വെള്ളം ആശീർവദിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ. ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുടെ നാമത്തിൽ ഈ വാഹനം ആശീർവദിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നാമത്തിൽ ജീവനവും ജീവിപ്പിക്കുന്നതുമായ സ്ലീബാടെ അടയാളത്താൽ മുദ്രകുത്തപ്പെടുന്ന ഈ വാഹനം നന്ദിയേക്കും ആശീർവദിക്കപ്പെട്ട് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു ബൈക്ക് എടുക്കാനായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഈ ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ കംപ്ലീറ്റ് ഫസ്റ്റ് ലുക്ക് ഇംപ്രഷനും റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എടുത്തിരിക്കുന്ന വണ്ടി MT-15 വേർഷൻ 2 ആണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു വണ്ടി എടുക്കാനായിട്ട് കുറേയധികം കാരണങ്ങളുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സും അതേപോലെ തന്നെ പ്രധാനമായിട്ട് ഞാൻ ഈ ഒരു വണ്ടി എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൈലേജാണ്.
ഇപ്പോൾ തന്നെ ഈ ഇതിൻ്റെ മീറ്ററിൽ 54 കിലോമീറ്റർ ആണ് ഇതിൻ്റെ മൈലേജ് കാണിക്കുന്നത്, ആവറേജ് മൈലേജ് കാണിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം ഇന്നത്തെ കാലത്ത് പെട്രോളിൻ്റെ വില വളരെയധികം കൂടുതലാണ്. ആ ഒരു സമയത്ത് മൈലേജ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. സോ ആ ഒരു കൺസേൺ കൂടെ വണ്ടി എടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വണ്ടിക്ക് ഓൺ റോഡ് ഏകദേശം 2,05,500 സംതിങ് എങ്ങാണ്ടായി. അപ്പോൾ നമ്മൾ കുറച്ച് ക്യാഷും കുറച്ച് ലോണുമായിട്ടാണ് ഈ ഒരു വണ്ടി എടുത്തത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കൂടെയൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ എൻ്റെ കുറേ കാലത്തായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു ബൈക്ക് എടുക്കണം എന്ന് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്ര നാൾ സ്കൂട്ടറിലാണ് നടന്നിരുന്നത്. സ്കൂട്ടറിൽ നിന്നും ബൈക്കിലേക്ക് ഒരു അപ്ഗ്രേഡ് കൊണ്ടുവരണം എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അപ്ഗ്രേഡ് കൊണ്ടുവരുമ്പോൾ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു നല്ലൊരു വണ്ടി തന്നെ എടുക്കണമെന്ന്. അങ്ങനെയാണ് നമ്മൾ യൂട്യൂബിൽ സകലമാന റിവ്യൂസും എല്ലാ ബൈക്സിൻ്റെ ഇരുന്ന് കണ്ടു. അപ്പോൾ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത് ഡോമിനാർ 250, പിന്നെ MT, അതേപോലെ തന്നെ ഡോമിനാർ 400ലും ചെറിയൊരു കണ്ണുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ മൈലേജൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ EMIയും മൈലേജും പെട്രോളിൻ്റെ പെട്രോളിൻ്റെ കോസ്റ്റൊക്കെ കൂടി നമുക്ക് മുതലാവില്ല. അതുകൊണ്ടാണ് അതേപോലെ തന്നെയാണ് ഡോമിനാർ 250ക്ക് ഏകദേശം ഒരു 35 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടുള്ളൂ. അപ്പം ആ ഒരു മൈലേജിൻ്റെ കൺസേൺ കൊണ്ടാണ് ഞാൻ ബജാജ് ഡോമിനാർ എന്ന ആ ഒരു ബൈക്കിനെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് യമഹ MT 15 വേർഷൻ 2 എടുക്കാനായിട്ടുള്ള കാരണം. ഇതൊരു 155cc ബൈക്കാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് ഈ ഒരു ബൈക്ക് വേർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മൈലേജും ബിൽഡ് ക്വാളിറ്റിയും അതേപോലെ തന്നെ ഇതിന് കൊടുക്കുന്ന ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ട് ഈ ഒരു ബൈക്ക് തീർച്ചയായിട്ടും ആ ഒരു പ്രൈസിന് വെർത്തായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ബാക്കിയുള്ള പ്രൈസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ 150cc ആയിട്ടുള്ള ബാക്കിയുള്ള ബൈക്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഇതിന് ഡ്യുവൽ ചാനൽ ABS കൊടുത്തിട്ടില്ല. ഡ്യുവൽ ചാനൽ ABS കൊടുക്കുന്ന വളരെ ചുരുക്കം 150cc ബൈക്സേ ഉള്ളൂ എന്ന് എനിക്കറിയാം. ബജാജിൻ്റെ പൾസർ N250 അവരൊക്കെയാണ് N160 ഒക്കെയാണ് തോന്നുന്നു കൊടുക്കുന്നത്. അപ്പം ഇതിനൊരു ഡ്യുവൽ ചാനൽ ABSും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വണ്ടി ഒരു കംപ്ലീറ്റ് പെർഫെക്റ്റ് ബൈക്കായിരുന്നു. അതിനൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഒന്നിനൊന്ന് മികച്ച ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ഒരു കൊടുത്തിരിക്കുന്നത്. മീറ്ററിൻ്റെ ഭാഗത്തു നിന്നായാലും ബാക്കിയുള്ള എല്ലാ ഘടകങ്ങൾ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നല്ലൊരു വാല്യൂ ഫോർ മണി എന്ന് പറയാനായിട്ട് വരില്ല. നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയോട് കൂടി വരുന്ന നല്ല മൈലേജ് തരുന്ന അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള 155cc ബൈക്കാണ് യമഹ MT വേർഷൻ 2 എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ബൈക്ക് ബുക്ക് ചെയ്തത്. ഈ ബൈക്ക് ബുക്ക് ചെയ്തപ്പോൾ ഏകദേശം ഞാൻ ബുക്ക് ചെയ്തത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് ഏകദേശം ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കൊക്കെ ഓഗസ്റ്റ് ഒരു 2021 ഒക്കെ ആയപ്പോഴാണ് ഡെലിവറി ആയത്. കാരണം വണ്ടിയുടെ സ്റ്റോക്ക് അവൈലബിൾ അല്ലായിരുന്നു. സ്റ്റോക്ക് വരാൻ കുറച്ച് ടൈം എടുത്തു. അതുകൊണ്ടാണ് അത്രയും ഡിലേ വന്നത്. സോ വണ്ടി എന്തായാലും ഓടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു വണ്ടിയുടെ ഒരു ഫീൽ എന്ന് പറയുന്നത് വളരെ മികച്ചൊരു ബൈക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കട്ടറൊക്കെ ഉള്ള സ്ഥലത്ത് ഓടിക്കുമ്പോൾ ഇതിൻ്റെ സസ്പെൻഷൻ ഭയങ്കര സ്റ്റിഫാണ്. അതുകൊണ്ട് തന്നെ ഓടിക്കാനൊക്കെ ആയിട്ട് നമുക്കൊരു മടുപ്പൊക്കെ തോന്നും. പക്ഷേ നമ്മൾ സിറ്റിയിലേക്കോ അല്ലെങ്കിൽ നമ്മളിപ്പം ഈ ഒരു വണ്ടി കൊണ്ട് ഞാൻ എടുത്ത പിറ്റേ ദിവസം നേരെ പോയത് എറണാകുളത്തേക്ക് പോയിരുന്നു. അപ്പോൾ എറണാകുളത്ത് MG റോഡിലൊക്കെ കയറി കഴിഞ്ഞപ്പം വണ്ടി പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ക്യാരക്ടർ എൻറ്റയർലി ചേഞ്ച് ആവാണ് ചെയ്തത്. അപ്പം അത്ര നേരം ഓടിച്ചുകൊണ്ടിരുന്ന ബൈക്കല്ല നമ്മൾ ഹൈവേയിൽ കയറിയപ്പോൾ ഇതിൻ്റെ ക്യാരക്ടർ അങ്ങനെ തന്നെ മാറി. വളരെ ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബൈക്കായിട്ട് മാറി. നമുക്ക് ഫ്ലിക്കർ ചെയ്തോ ഈസി ആയിട്ട് വളരെ വളരെ എളുപ്പത്തിൽ സ്മൂത്തായിട്ട് കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു ബൈക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതിൻ്റെ ക്യാരക്ടർ തന്നെ മാറി ഒരു അഗ്രസീവ് ഇതിലേക്ക് മാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. തീർച്ചയായിട്ടും ബാക്കിയുള്ള എല്ലാ MT യൂസേഴ്സിനും അത് ഫീൽ ചെയ്തിട്ടുണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളും MT യൂസറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ വേർഷൻ 1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ സസ്പെൻഷൻ കുറച്ചും കൂടെ ഹാർഡായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്റ്റിഫർ സൈഡിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു USD ഫോർക്കൊക്കെ വന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കട്ടറും കുഴിയുള്ള റോഡിലൊക്കെ അത്ര നല്ലൊരു പെർഫോമൻസ്, അത്ര നല്ലൊരു കംഫോർട്ട് നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല. എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത്? എന്താണ് നാട് റോഡിൽ വണ്ടി തീർന്ന അതല്ല.
വണ്ടി ഇതേപോലത്തെ ഓപ്പൺ റോഡൊക്കെ കിട്ടുമ്പോൾ വണ്ടി ചുമ്മാ തീയാണ്. നല്ല റോഡിലൊക്കെ, കുഴിയുള്ള റോഡിൽ മാത്രമേ കുറച്ച് പണിയുള്ളൂ. സോ വണ്ടിയുടെ പെർഫോമൻസ് ഓവറോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ നമ്മുടെ സ്കൂട്ടറിൽ നിന്നും ഈ ഒരു ബൈക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. കാരണം വണ്ടി നല്ല സ്മൂത്താണ്. മേഹയുടെ എഞ്ചിനെ കുറിച്ച് പറയണ്ടല്ലോ, വളരെ നല്ല മികച്ച എഞ്ചിനാണ്. എഞ്ചിൻ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു 150cc സെഗ്മെൻറ്റിലെ ഏറ്റവും കൂടുതൽ മൈലേജ് വരുന്ന ഒരു ബൈക്കായിട്ടാണ് എനിക്ക് ഇതിന് തോന്നിയത്. ഏറ്റവും നല്ല മൈക്കും ഏറ്റവും നല്ല മൈലേജും അത്യാവശ്യം നല്ല പവർ എന്ന് വരുന്ന ഒരു ബൈക്കാണ് ഈ ഒരു എന്താണ് MT-15 വേർഷൻ 2 എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഈ ഒരു ബൈക്ക് എടുക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോസായിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ, ലുക്സ്, റിവ്യൂസ്, അതുപോലെ തന്നെ ഇതിന് നമുക്ക് കുറച്ച് ആക്സസറീസൊക്കെ നമ്മൾ കയറ്റാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും വീഡിയോസും ഒക്കെ അടുത്തടുത്ത വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ വണ്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വയ്ക്കുക. വീണ്ടും പുതിയ കാണാൻ ഇറ്റ്സ് മീ പോൾ സൈനിങ് ഓഫ്.